കൃഷ്ണങ്ങ് വെട്ടിക്കളഞ്ഞു. കൃഷ്ണൻ വെട്ടിക്കളയേണ്ട കാര്യമില്ലായിരുന്നു യഥാർത്ഥത്തില്. അങ്ങനെയാണ് ഉണ്ണി മുകുന്ദൻ വരുന്നത്. ബാബു ജനാർദ്ദൻ ആ റോള് തന്നപ്പോൾ ഒരു പക്ഷേ മസിലിന്റെ ഒന്നും ആവശ്യം ആ സിനിമയിലുണ്ട്. ഇല്ല, അന്ന് ഞാൻ എന്നെ കണ്ടത് ഭയങ്കര രസമായിരുന്നു. എന്ന് വെച്ചാൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഭയങ്കര ടയർഡായിട്ട് ബാങ്കോക്കിൽ ഷൂട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് ഞാൻ താടിയൊക്കെ വെച്ചു. പുള്ളി എന്നെ നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞു, ഇതാണ് ഷാജഹാൻ, എൻ്റെ സിനിമയിലെ ഷാജഹാൻ. ഇമ്മീഡിയറ്റ്ലി എന്നോട് പോണ്ടിച്ചേരി പോകാൻ പറഞ്ഞു അന്ന് തന്നെ. അപ്പോൾ ഞാൻ ഷൊർണൂർ ടു സേലം ടു പോണ്ടിച്ചേരി ഞാൻ ബസ് പിടിച്ച് പോവുക. അപ്പോൾ ഞാൻ മമ്മൂക്കയെ കാണാൻ പോവുക. അപ്പോൾ എന്നോട് പറഞ്ഞു, മമ്മൂക്ക ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ സിനിമയിൽ ഉണ്ണിക്ക് ഒരു വേഷമുണ്ട്, യു ഹാവ് ടു ലൈക്ക് മീറ്റ് ഹിം. ഞാൻ ശരി ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം, ഞാൻ ഐം ഗോയിങ് ടു മീറ്റ് മമ്മൂട്ടി. അന്ന് നമ്മളെല്ലാവരും ആക്ടേഴ്സ് അല്ലെങ്കിൽ എല്ലാ ജനങ്ങൾക്ക് ഇങ്ങനെയാണല്ലോ, മോഹൻലാൽ മമ്മൂട്ടി അങ്ങനെ. സോ അങ്ങനെ മെസ്സേജ് അയച്ചു. ഫ്രണ്ട്സൊക്കെ അവിടെ നിന്ന് പറഞ്ഞു റിയലി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാ. അപ്പോൾ 8:30 ഞാൻ രാവിലെ അവിടെ എത്തി, മമ്മൂക്ക താമസിക്കുന്ന ഹോട്ടലിലെത്തി. ജോർജറ്റൻ എന്നോട് പറഞ്ഞു 10 o'clock പുള്ളി റെഡിയാവും ആൻഡ് മീറ്റ് ചെയ്യാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. മമ്മൂക്ക വിളിച്ചു. അന്ന് മമ്മൂക്ക കുറച്ച് സ്പൈക്ഡ് ഒരു ഹെയർ സ്റ്റൈലും ഒരു നീല കുറച്ച് ലൈറ്റ് ബ്ലൂ ഉള്ളൊരു ലെൻസോ എന്തോ അല്ലെങ്കിൽ കണ്ണങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ബ്ലൂ ജീൻസും റെഡ് ടീഷർട്ടും, വെരി സ്മാർട്ട്. അന്ന് 5 മിനിറ്റ് എന്നോട് സംസാരിച്ചു. പേരെന്താണെന്ന് ചോദിച്ചു, ഇവിടെ എങ്ങനെ ഗുജറാത്തിൽ എന്താണെന്ന് ചോദിച്ചു, വീട്ടിലാരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആൻഡ് ഓക്കെ പോവാന്ന് പറഞ്ഞു. അപ്പോൾ വേറൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഒരു കുറച്ച് 5-10 മിനിറ്റ് നടന്നപ്പോഴേക്കും പുള്ളി പറഞ്ഞു ഈ സിനിമ നമുക്ക് ചെയ്യാം. എന്നെ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോയി. അന്ന് നമുക്ക് ഡബിൾസ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ലൊക്കേഷനിൽ കൊണ്ടുപോയി. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഓക്കെ സിനിമ ചെയ്യാം ബാബുജിയോട് പറഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് വന്നു. എനിക്കത് മനസ്സിലായില്ല, അത് ശരിക്കും അത് സംഭവിച്ചതാണോ. ഞാൻ ഇത്ര വലിയ മെഗാസ്റ്റാർ ഒരു ആക്ടർ, പുള്ളിയുടെ വണ്ടിയിൽ ഞാൻ ഇരിക്കുകയാണ്. നമുക്ക് വണ്ടി ഓടിക്കുക, ഭയങ്കര ഫാസ്റ്റായിട്ട് വണ്ടി ഓടിക്കുക. ഞാനിങ്ങനെ പേടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ അപ്പോഴത്തേക്കും താഴെ നിന്ന് ഫ്രണ്ട്സ് ഹീസ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സിന് മെസ്സേജ് അയക്കുന്നു. പിന്നെ ഞാൻ തിരിച്ചിവിടെ വന്നപ്പോഴേക്കും ബാബുചേട്ടൻ പറഞ്ഞു മമ്മൂക്ക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷെ എന്നെ വിളിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ഇൻട്രാക്ഷൻ എന്താണ്, കുറേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇവൻച്വലി ആ സിനിമ എനിക്ക് കിട്ടി. എനിക്ക് ബെസ്റ്റ് ഡെബ്യൂ അവാർഡൊക്കെ കിട്ടി. ഡെബ്യൂ അവാർഡ് കിട്ടി. മമ്മൂക്ക എപ്പോഴും ഉണ്ണി മുകുന്ദന്റെ ഫിലിം കരിയറിലൊരു അദൃശ്യ ശക്തിയായിട്ട് അവിടെ ഉണ്ട്. എനിക്ക് വളരെ പോസിറ്റീവായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത് മമ്മൂക്കയാണെന്ന് പറയാം. എന്ന് വെച്ചാൽ ആദ്യം തന്നെ സെറ്റിൽ വന്നിട്ട് ഇറ്റ് വാസ് വെരി സപ്പോർട്ടീവ്. എനിക്ക് ഒന്നും അറിയില്ല എന്ന് പുള്ളിക്ക് മനസ്സിലായി ഫസ്റ്റിൽ തന്നെ. ഒന്നും അറിയില്ല, ഒന്നും അറിയില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ട് നമ്മളോട് സംസാരിക്കുകയും എനിക്ക് ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എപ്പോഴും ഉണ്ട്. അപ്പോൾ ഒന്നുമില്ലാത്ത എന്നോട് ഇത്രയും മര്യാദയും ഇത്രയും ഇഷ്ടത്തോട് മമ്മൂക്ക സംസാരിച്ച് തന്നെ എൻ്റെ സിനിമയിലേക്കുള്ള എൻ്റെ ഇറ്റ്സ് എൻ എൻട്രി വൈസ് ഭയങ്കര പോസിറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തു എനിക്ക്. തുടർച്ചയായി മമ്മൂക്ക നല്ല സിനിമകൾ ചെയ്യുമ്പോൾ എനിക്ക് നല്ല വേഷങ്ങളും, ഈവൻ ഫയർമാൻ എന്ന സിനിമയിൽ മമ്മൂക്കയുടെ ഇൻട്രൊഡക്ഷനാണ് മമ്മൂക്ക എനിക്ക് തന്നത്. പുള്ളി പുറത്തൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പേഴ്സണലി അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും പക്ഷെ പലപ്പോഴും സിനിമകളിലും ചെറിയ എന്തെങ്കിലും ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പോലും ഉണ്ണിക്കുണ്ട്. എനിക്ക് അങ്ങനെ വിളിച്ചാൽ ഞാൻ പോകാറുണ്ട്. മമ്മൂക്കയുടെ സ്നേഹവാത്സല്യം എപ്പോഴും ഉണ്ണിയുടെ ജീവിതത്തിൽ ഉണ്ട്. എൻ്റെ ഭയങ്കര കോൺഫിഡൻസ് കൂട്ടിയിട്ടേ ഉള്ളൂ. മമ്മൂക്ക എന്ന വ്യക്തി ലൈക്ക് എന്നെ ഭയങ്കരമായിട്ട് പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ്. എനിക്ക് എപ്പോഴും അങ്ങനെ ആയാൽ കൊള്ളാമെന്നുണ്ട്. ലൈക്ക് നമുക്ക് ഐഡലൈസ് അല്ലേ, നമുക്ക് ഒരാൾ വേണം ടു ചേസ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സിനിമയിൽ ഡെഫിനറ്റ്ലി എൻ്റെ കരിയർ നോക്കുകയാണെങ്കിൽ ഞാനൊരു സഹനടനായിട്ട് വന്നു. ഈവൻ ഏറ്റവും ലാസ്റ്റ് മമ്മൂക്കയുടെ കൂടെ ഒരു വില്ലനായിട്ട് മാസ്റ്റർ പീസിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചടിക്കുന്ന സീക്വൻസ് ഒക്കെ ബട്ട് ഇറ്റ് വാസ് വെരി എൻ്റെ ഒരു ആ സിനിമയിൽ കാണുന്നില്ല. പക്ഷെ ഞാനിങ്ങനെ ചാടിയിട്ട് ഒരു കിക്ക് അടിക്കുമ്പോൾ മമ്മൂക്ക ബെൻഡ് ചെയ്തു, പക്ഷെ ഞാൻ നന്നായിട്ട് ചവിട്ടി കൊണ്ടു. ഞാനപ്പോഴത്തേക്കും ആ ഷോട്ടിന്റെ അവസാനം ഞാൻ കാലൊക്കെ മടങ്ങി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒന്നും പറയരുത്, ഈ വാസ് ഒന്നുമില്ലടാ വന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ അറിഞ്ഞത് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് നമുക്ക് ഷട്ടൂരിയപ്പോൾ അവിടെ ഒരു ലൈക്ക് എൻ്റെ കാല് ചുവന്ന പാടുണ്ടായിരുന്നു. സ്പ്രേ അടിച്ചു, പെയിൻഫുൾ ആയിരുന്നു മമ്മൂക്കയ്ക്ക്. പക്ഷെ എല്ലാവരോടും പറഞ്ഞു അത് ഉണ്ണിയോട് പറയരുത്, അവൻ ഭയങ്കര കോൺഷ്യസ് ആവും, അല്ലെങ്കിൽ ലൈക്ക് മമ്മൂക്കയെ മുന്നിൽ നമുക്ക് അങ്ങനെയൊന്നും പറ്റുന്നില്ല. ഫാൻസ് അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഉണ്ണിനെ അവര് വാർത്തകളെ മമ്മൂക്ക ഫാൻസ് അറിഞ്ഞാല് മമ്മൂക്ക ഭയങ്കര സ്ട്രോങ് ആ പുള്ളിയെ. ബിക്കോസ് എന്റെ പോലീസ് ഷൂസ് ആയിരുന്നു. യു ക്യാൻ ഇമാജിൻ. നന്നായിട്ട് തന്നെ ഇടി കിട്ടി. അപ്പൊ പുള്ളി റിയാക്ട് ചെയ്ത് വന്നപ്പോ പുള്ളി പറഞ്ഞില്ല ഒന്നുമില്ലടാ എന്ന് പറഞ്ഞു. പിന്നീട് എല്ലാവരും പറഞ്ഞു ചാടി അടിക്കുന്ന ചവിട്ടുന്ന സമയത്ത് കുനിഞ്ഞോണ്ടിരിക്കുക. പക്ഷെ ഞാൻ പൊസിഷൻ അല്പം മാറി നന്നായിട്ട് കിട്ടി നന്നായിട്ട് കൊടുത്തു പറഞ്ഞു. അല്ല ബൈ മിസ്റ്റേക്ക്. പക്ഷെ പുള്ളി ഒന്നും റിയാക്ട് ചെയ്തില്ല. പിന്നീട് എല്ലാവരോടും പറയുകയും ചെയ്തു അത് ഉണ്ണിയുടെ അടുത്ത് മെൻഷൻ ചെയ്യരുത്,
ഭയങ്കര വിഷമമായി പോകും. അതുപോലെ തന്നെ ഡിസ്റ്റർബ് ആവും വർക്കൊക്കെ. അങ്ങനെ എന്നെ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്രത്തോളം ഒരുപക്ഷെ മമ്മൂക്ക എന്ന നടൻ ഉണ്ണിയോട് സഹകരിക്കുന്നു.